ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ അനുവൊക്കെ ഇന്നിപ്പോൾ ഏട്ടനും അനു കൂടിയൊക്കെ ഇപ്പോൾ വണ്ടിയിൽ മഴ കൊണ്ടിട്ടാണ് പോയിട്ടുള്ളത്. മഴ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ കോടിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അനുവിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞെന്ന് പറയുന്നുണ്ട് ഏട്ടന്. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോസ് ചെയ്യാനോ എന്താ പറയുക വോയിസ് കൊടുക്കാനോ ഒക്കെ ഭയങ്കര വിഷയമായിട്ടുണ്ട് കേട്ടോ മഴ കാരണം. അപ്പോൾ എന്താണ് ഫോണിൽ നെറ്റ് വളരെ കുറവാവുക, പിന്നെ എന്താ പറയുക അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് വരാനൊക്കെ കുറേ വൈകുന്നുണ്ട്. പിന്നെ ഡെയിലി വീഡിയോസ് ചെയ്യാനൊന്നിനും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണേ. അപ്പോൾ രാവിലെ എന്താണ് പുറത്ത് നല്ല മഴയാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്താണ് കറണ്ട് പോയിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ കണ്ടോ ഇരുട്ടാണ്. മോനൂസ് പിന്നെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ടോ, ഓൻ എന്തെങ്കിലും കഷ്ടം. മോനെ ആ കളി കളിക്കരുത് കേട്ടോ, അത് കഴുത്തിൽ കുടുങ്ങും. ഷാളും കൊണ്ടാണ് കളി, ഡേഞ്ചറാണ്. കളിക്കില്ല, പോടുന്നേ, എടുത്തേക്ക് വേറെ കളി കളിച്ചോ. അപ്പോൾ മഴയത്ത് ഓൻ എന്തെങ്കിലും ഫോൺ കൊടുക്കലില്ല, മഴ ആയതുകൊണ്ട് ഫോൺ കൊടുക്കലില്ല, ഇടിയൊക്കെ കിട്ടുന്നതുകൊണ്ട് ഫോൺ അതിന് കളിക്കാൻ കൊടുക്കലില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിതാ അടുക്കള അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. രാവിലെ ചായക്കടി പിന്നെ മോനെ ദോശയും തക്കാളി കറി ആയിരുന്നു കേട്ടോ. പിന്നെ ചോറ് വന്നിട്ടുണ്ട്, അത് ഊറ്റാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി പയറുപ്പേരി ഉണ്ടാക്കണം, പയറരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുമ്പളങ്ങ കറി വയ്ക്കണം, മോരൊഴിച്ച് കറി വയ്ക്കണം, മീൻ വാങ്ങിച്ചിട്ട് മീൻ ഇതൊക്കെ ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ അതിൽ കൂടെ ഒരു കാക്ക മീനും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല വില ഉണ്ട് മീനിന് കേട്ടോ. അപ്പോൾ ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള വെത്തളാണ്, കുഞ്ഞമ്മത്തി ഉണ്ട്. അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഇത്ര മതി, ഞങ്ങൾ 3-4 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്ര മതി, ഇതന്നെ ഏറെയാണ്. അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചു. ഞാൻ മീൻ പിന്നെ നന്നാക്കട്ടെ. അപ്പോൾ നന്നാക്കിയിട്ട് പകുതി എടുക്കണുള്ളൂ കേട്ടോ, അത് മൊത്തത്തിൽ എടുക്കണമൊന്നുമില്ല. അപ്പോൾ ഇതാ പയറുപ്പേരിക്ക് പയറുത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചോറ് ഊറ്റാൻ റെഡി ആയിട്ടുണ്ട്. ചോറ് ഊറ്റണം. മോനെ അടങ്ങി നിൽക്ക്. അപ്പോൾ ഒന്ന് കുറച്ച് തേങ്ങ അരയ്ക്കാണ്ട് കേട്ടോ, മോരൊഴിച്ച് കറി വയ്ക്കാൻ തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഇതാ കറണ്ടില്ല, കുഴപ്പമില്ല, നമുക്ക് അമ്മിമേൽ വെച്ച് അരയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഞാൻ പിന്നെ ഒരു എന്താ പറയുക 2 ആഴ്ച മുന്നേ ഇട്ട വീഡിയോസ് ഉണ്ടായിരുന്നു, ഒരു മടൽ പൊളിക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് വീഡിയോസ് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ഡെയിലി വ്ളോഗിൻ്റെ കൂടെ അങ്ങനെ ചെയ്തിട്ടില്ല, മെയിൻ കണ്ടൻറ്റായിട്ട് ഇട്ടതൊന്നല്ല. അപ്പോൾ അതൊരു പിന്നെ എന്താ പറയുക സിമ്പിൾ ട്രിക്ക് കണ്ടപ്പോൾ ഞാനത് ജസ്റ്റ് ആ വീഡിയോസിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി. അപ്പോൾ നമ്മൾ ഈ മഴേൻ്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് പുറത്ത് വെച്ച് ചെയ്യാനുള്ളതല്ല, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. അത് ഷോർട്സ് ആയിട്ട് ഞാനത് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഏട്ടൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് തന്നെ ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ അരയ്ക്കാനുണ്ട്. കറണ്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, കറണ്ട് പോയാൽ നമുക്ക് എളുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അരച്ചെടുക്കാം. കറണ്ട് പോയാൽ പിന്നെ അമ്മ തന്നെ ശരണം. അപ്പോൾ ഓക്കെ ഗൈസ്, കറി വയ്ക്കാനുള്ളതാ കുമ്പളങ്ങ അരിഞ്ഞാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടി കണ്ടിട്ട് പച്ചമുളക് കഴിഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ല കേട്ടോ. പച്ചമുളക് അരച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും, മുളക് പൊടി അരച്ചാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഇന്നലെ ഏട്ടൻ കൊണ്ടുവന്നതാണ്. ഈ സാധനം ഇവിടെ വല്ലാതെ ചിലവാണ് സാധനമാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇത് മോനൂസിനും അനിയനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നമ്മൾ അവർക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ, പൂള ചിപ്സ് ഇല്ലേ, അതാണ്. പിന്നെ അതിൽ നമ്മൾ ഈ ലേസൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു മസാല എന്തോ ചേർക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. ഇത് കണ്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് വരെ കാര്യമാക്കും. അപ്പോൾ ഞാനത് ഒരു കാണാതെ എടുത്തേക്കാണ്. അപ്പോൾ ഇന്നിപ്പം അതിന് ട്യൂഷന് പോയിണ്, ഓള് കണ്ടാലാണ് ഇത് ആകെ പ്രശ്നമാവുക. കാരണം എന്താ വെച്ചാൽ പിന്നെ അത് കഴിയണ വരെ ഓക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചേക്കാം കേട്ടോ. മോനൂസിന് ഇപ്പോൾ 2 നുറുക്ക് തിന്ന് കൊടുത്തുങ്ങാണ്ട് വല്ല കെട്ടി വെക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കാരണം അത് മുളക് പൊടിയോ എന്തൊക്കെയൊക്കെ ഉണ്ട്, എരിവ് പുളി എല്ലാതും ഉണ്ട് കേട്ടോ. സംഭവം നല്ലതൊന്നും ആവില്ല എങ്കിലും കുഴപ്പമില്ല, മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്ന് തിന്നാണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി ഇത് കെട്ടി വെക്കട്ടെ. അപ്പോൾ അത് മോനും ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തു കൊടുത്തു എന്നുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടാൽ പ്രശ്നമാണ്, കണ്ടാൽ ഇനിയിപ്പോൾ ഇത് കൂടെ ചോദിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ ഞാൻ അത് വല്ല കൊണ്ടുപോയി വെക്കട്ടെ.
മീൻ വറുത്തില്ല. മീൻ വറക്കണമെന്ന് മോനൂസിനോട് ചോദിച്ചപ്പോൾ വറക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തോരൻ വെച്ചിട്ടോ. അപ്പോൾ അതങ്ങനെയാണ് വെക്കണത്. വെക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടേക്കാട്ടോ. പിന്നെ ഞാനിതാ നമ്മൾ പിന്നെ എന്താ പറയുക, അവിയലിക്കൊക്കെ അരയ്ക്കണ പോലെ തന്നെ കുറച്ച് തേങ്ങയും പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തതിൻ്റെ ശേഷം ഉപ്പും പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കുറഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ പുരട്ടിങ്ങാണ്ട് വെക്കുക ചെയ്യട്ടോ. പിന്നെ നടച്ച് വെച്ച് വേവിക്കുക, പിന്നെ തുറന്ന് വയ്ക്കുക. ജസ്റ്റ് നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ വെള്ളം വറ്റിച്ചെടുക്കുക, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കേ ഗൈസ്, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. മോനൂസിൻ്റെ പാത്രത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതാ മീനിൻ്റെ തോരന്, പയറുപ്പേരി, കുമ്പളങ്ങ കറി, മോരൊഴിച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.